അധികം ആളുകളൊന്നും കാണുകയും എക്സ്പീരിയൻസ് ചെയ്യാത്തതുമായ ഒരു ബാലിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ വീഡിയോ എടുക്കുന്നതിൽ ഒരു ത്രില്ലില്ലല്ലോ. ഇന്ന് ഞങ്ങളുടെ ഉബുദിലുള്ള ഫസ്റ്റ് ഡേ ആണ്. ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് സ്റ്റേക്കായി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്, അത് വഴിയേ പറയാം. ഇന്ന് ഉച്ചവരെ മാത്രമേ നമുക്ക് കറങ്ങി നടക്കാനുള്ള അവസരം ബാലിയിലുള്ളൂ. രാവിലെ തന്നെ മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യത്തെ സ്പോട്ട് തീർത്ഥ ടെമ്പിളാണ്. ഒരുപാട് ക്രൗഡുള്ള ഈ ടെമ്പിള് ഇത്രയും ഒഴിഞ്ഞു കിടക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ടെമ്പിളിലെ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഉബുദ് എക്സ്പ്ലോർ ചെയ്യുക, അത്ര തന്നെ. നമ്മൾ ചന്ദനം വെക്കുന്ന പോലെ അവർ അരിയാണ് വെക്കുന്നത്. ഓരോ നാട്ടിലും അവരവരുടെ കൾച്ചറിനും കാർഷിക സംസ്കാരത്തിനൊക്കെ അനുസരിച്ച് ഓരോരോ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ. ഇപ്പം തായ്ലൻഡിലാണെങ്കിൽ കൈറ്റ് ഫെസ്റ്റിവൽ, കേരളത്തിലാണെങ്കിൽ ഓണം, വിഷു. ഇതുപോലെ ഒരു ഫെസ്റ്റിവലാണ് ബാലിയിലെ നേപ്പി ഫെസ്റ്റിവൽ. ഇതുപോലെ പടുകൂറ്റൻ ഡീമോൺസിൻ്റെ പേടിപ്പെടുത്തുന്ന പ്രതിമകൾ ഉണ്ടാക്കി ഓരോ ദേശക്കാരും പൂജ ചെയ്ത് രാത്രികാലങ്ങളിൽ എല്ലാ ദുഷ്ടശക്തികളെയും അതിൽ ആവാഹിച്ച് കൊഞ്ഞനം കുത്തി കളിയാക്കി ഡീമോൺസിനെ രാത്രി കത്തിച്ച് കളയും. ഇതാണ് ഓഗോ ഓഗോ. തൊട്ടടുത്ത ദിവസമാണ് നേപ്പി ഡേ, അഥവാ ഡേ ഓഫ് സൈലൻസ് അല്ലെങ്കിൽ ഡേ ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ. അന്ന് ബാലിയിൽ ആരും തന്നെ പുറത്തിറങ്ങില്ല. നോ ഇലക്ട്രിസിറ്റി, നോ ലൈറ്റ്സ്, നോ വൈഫൈ, നോ ഇൻ്റർനെറ്റ്. എയർപോർട്ട് വരെ ക്ലോസ് ചെയ്യും. ഒരു വീട്ടിലുള്ള ആൾക്കാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ലെന്നേ. കംപ്ലീറ്റ് സൈലൻസ്. തലേ ദിവസം രാത്രി കൊഞ്ഞനം കുത്തി കളിയാക്കി വിട്ട ഡിമോൺസൊക്കെ പിറ്റേ ദിവസം ബാലിയിലുള്ള ആൾക്കാരെ ആക്രമിക്കാൻ വരുമ്പം ഈ സൈലൻസും ലൈറ്റും ഒന്നും തന്നെ ഇല്ലാതെ കണ്ട് ആരും ഈ നാട്ടിലില്ല എന്ന് കരുതി തിരിച്ചു പോയി അടുത്ത വർഷമേ വരുള്ളൂ എന്നാണ് ബാലിക്കാരുടെ വിശ്വാസം. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. നേപ്പി ഡേയും ഓഗോ ഓഗൊക്കെ ട്രാവൽ ഡേറ്റ്സിൻ്റെ ഇടയിൽ വന്നപ്പം 2 തവണ ചിന്തിച്ചെങ്കിലും ഇതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. നേപ്പി ഫെസ്റ്റിവലിനെ കുറിച്ച് ഓഗോ ഓഗോനെ കുറിച്ചൊക്കെ ലിമിറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമേ യൂട്യൂബിൽ പോലും ഉള്ളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നേപ്പി ഡേ മോർണിംഗ് ആണ്. ഒരു വണ്ടിയുടെ സൗണ്ടോ ഒരു മനുഷ്യരുടെ സൗണ്ടോ ആരെങ്കിലും സംസാരിക്കുന്ന സൗണ്ടോ ഒന്നുമില്ല. അബ്സല്യൂട്ട് സൈലൻസ്. ഇന്നത്തെ ദിവസം പുറത്തിറങ്ങാൻ യാതൊരു സ്കോപ്പും ഇല്ല. ഇറങ്ങിയ അപ്പം പോലീസ് പോക്കും. ഇത് കറക്റ്റ് ചെയ്ത് അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ നാട്ടിലെ കൊഴുക്കട്ടയുടെ സെയിം പരിപാടിയാണ്. പക്ഷെ ശർക്കരയ്ക്ക് വരും പനഞ്ചക്കരയാണ്. പിന്നെ ഇത് ബലനീസ് ഓംലെറ്റ്. ഇതിനകത്ത് ഒരുവിധം ഇവിടുത്തെ എല്ലാ പച്ചക്കറികളും ഇതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പൂൾ വില്ല എടുത്തത് എന്തായാലും കാര്യമായി. യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ.